പൊയ്യ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടും കൂടി 3 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഹൈക്കോടതി. പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് വിധി. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമര വെള്ളച്ചാലൂരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി കെ രാജൻ കൈമാറി. വ്യാഴാഴ്ച രാവിലെയാണ് മന്ത്രി പ്രഭാകരന്റെ വസതിയിലെത്തി കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകിയത്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാള ഉപജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അധ്യാപകരുടെ നിയമനാംഗീകാരം വൈകിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പൊയ്യ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടും കൂടി 3 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഹൈക്കോടതി. പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് വിധി. സംസ്ഥാന ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരോടാണ് ഉത്തരവ് നടപ്പിലാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞു 2 വർഷമായിട്ടും മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് സർക്കാരിലേക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 2 മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ തീർപ്പുണ്ടാക്കാൻ ഉത്തരവിട്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമായതിനാൽ പൊയ്യ ഗ്രൂപ്പ് വില്ലേജ് വിഭജിച്ച് മടത്തുംപടി സ്മാർട്ട് വില്ലേജ് പ്രവർത്തിപ്പിക്കാൻ മതിയായ ജീവനക്കാരെ നിയമിക്കാൻ സാധ്യമല്ല എന്നുള്ള ഉത്തരവാണ് സർക്കാർ പുറപ്പെടുവിച്ചത്. ഇതിനെ തുടർന്ന് ഷാൻഡി ജോസഫ് തട്ടകത്ത് വീണ്ടും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് അനുകൂല വിധി. മടത്തുംപടി നിവാസികളെ സംബന്ധിച്ച് അവരുടെ വില്ലേജ് ഓഫീസിൽ പൊയ്യയിലോട്ട് വരണമെങ്കിൽ അവിടെ നിന്ന് 5-6 കിലോമീറ്റർ യാത്ര ചെയ്ത് മാളയിൽ വന്ന് മാളയിൽ നിന്ന് മറ്റൊരു ബസ് കയറി 4-5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം പൊയ്യ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലെത്താൻ. യാത്ര വളരെ ദുരിതമാണ്. അങ്ങനെ ഇതിനൊരു പരിഹാരമായിട്ടാണ് മടത്തുംപടി വില്ലേജിന്റെ പരിധിയിൽ ഏതാണ്ട് സെന്റർ തന്നെയായിട്ട് ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് തുടങ്ങുന്നത്. 10 സെന്റ് സ്ഥലത്ത് 44 ലക്ഷം രൂപ ചെലവ് ചെയ്ത് വളരെ മനോഹരമായിട്ടൊരു കെട്ടിടം നിർമ്മിച്ചു. ഈ കെട്ടിടം അടഞ്ഞു കിടക്കുന്നു. വീണ്ടും 2023 വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഹൈക്കോടതിയിൽ സമീപിച്ച റിട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സർക്കാരിനോട് 3 മാസത്തിനുള്ളിൽ ഈ സ്മാർട്ട് വില്ലേജ് സ്മാർട്ട് ആയിട്ട് തന്നെ, അതായത് അവിടെ എന്തെല്ലാം സൗകര്യം ഒരുക്കാനുണ്ടോ, ഏതെല്ലാം ഉദ്യോഗസ്ഥർ ആവശ്യമുണ്ടോ അവരെല്ലാരെയും നിയോഗിച്ചുകൊണ്ട് തന്നെ 3 മാസത്തിനുള്ളിൽ ഈ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് തുറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരള ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ, ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ, തൃശൂർ ജില്ലാ കളക്ടർ, കൊടുങ്ങല്ലൂർ താലൂക്ക് തഹസിൽദാർ, പൊയ്യ വില്ലേജ് ഓഫീസർ ഇവരെ കക്ഷികളായി ചേർത്തിട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ആദ്യ ഹർജി ഹൈക്കോടതിയിൽ എത്തിയതിനെ തുടർന്ന് പൊയ്യ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ സബ് സെന്ററായി മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിനെ തൽക്കാലം മാറ്റുകയും പുതിയ ഓഫീസിൽ വില്ലേജ് അസിസ്റ്റന്റിനെ വെച്ച് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനായി പൊയ്യ വില്ലേജിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ മടത്തുംപടി വില്ലേജിലേക്ക് അയക്കുകയും ഉച്ചവരെ അവിടെ ജോലിക്ക് നിശ്ചയിക്കുകയും ചെയ്തു. അവിടെ വരുന്ന അപേക്ഷകൾ വാങ്ങി പൊയ്യ വില്ലേജിൽ കൊണ്ടുവന്ന് അടുത്ത ദിവസങ്ങളിൽ തിരിച്ച് മടത്തുംപടി വില്ലേജിൽ എത്തിച്ച് കക്ഷികൾക്ക് നൽകുക എന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊയ്യ, മടത്തുംപടി, പള്ളിപ്പുറം എന്നീ 3 വില്ലേജുകൾ ചേർന്ന പൊയ്യ ഗ്രൂപ്പ് വില്ലേജിൽ നിന്ന് മടത്തുംപടി അടർത്തി മാറ്റിയിട്ടാണ് മടത്തുംപടി നിവാസികളുടെ സൗകര്യത്തിനായി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം മടത്തുംപടി ജഡ്ജിമുക്കിൽ കൊണ്ടുവന്നത്. മടത്തുംപടി വില്ലേജ് നിവാസികളുടെ ഈ ബുദ്ധിമുട്ടിന് പരിഹാരമായിട്ടാണ് 44 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിതി കേന്ദ്രമാണ് വില്ലേജ് ഓഫീസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 4.5 വർഷമായിട്ടും സ്മാർട്ട് വില്ലേജ് ഓഫീസായി ആരംഭിക്കാത്തതിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഇക്കാര്യം മീഡിയ ടൈം പലവട്ടം വാർത്തകൾ നൽകിയിരുന്നു. മീഡിയ ടൈം, മാള. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമര വെള്ളച്ചാൽ ഊരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി കെ രാജൻ കൈമാറി. വ്യാഴാഴ്ച രാവിലെയാണ് മന്ത്രി പ്രഭാകരന്റെ വസതിയിലെത്തി കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകിയത്. സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കഴിയാവുന്ന മുഴുവൻ സഹായങ്ങളും കുടുംബത്തിന് ചെയ്യുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. അതിനെ തുടർന്ന് കാട്ടുകളിലേക്ക് ആളുകളെല്ലാം ഒഴിക്കുകയാണെന്ന് ഉള്ള വിവരം ഔപചാരികമായിട്ട് നൽകുന്നത്. ഞാൻ മിനിറ്റുകൾക്കകം യോഗം നടക്കുമ്പോൾ തന്നെ ADMന്
സന്ദേശം അയച്ച് ADM-ഉം നമ്മുടെ വൈൽഡ് ലൈഫ് DFOയും ഇവിടുത്തെ ബീച്ച് DFOയും അക്കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരം നൽകുകയുണ്ടായി. ക്യാബിനറ്റിൽ തന്നെ ഈ വിഷയം പറഞ്ഞു, ഇങ്ങനൊരു ദുരന്തം പെട്ടെന്നുണ്ടായ ഒരു അനുഭവം ഉണ്ടായി എന്ന കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രി അതിനെ തുടർന്ന് 2 മന്ത്രിമാരോടും, റവന്യൂ മന്ത്രിയോടും ഫോറസ്റ്റ് മന്ത്രിയോടും അടിയന്തരമായി കൂടിയാലോചിച്ച് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശിക്കുന്നു. തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മുറിയിൽ തന്നെ റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും യോഗ അടിയന്തരമായി ചെയ്യുന്നുണ്ട്. കാടിനകത്താണ് ഈ ദുരന്തം ഉണ്ടായത്. സാധാരണ പുറത്തേക്ക് വന്നിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് അധികവും വിപുലമായിട്ടുള്ള നഷ്ടപരിഹാരം വരുന്നത്. പക്ഷേ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചും ഗവൺമെൻറ്റിൻ്റെ നിലപാടനുസരിച്ചും കാട് ആദിവാസികളുടേത് കൂടിയാണ്. അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങൾ കൊണ്ടുവരാൻ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ അക്കാര്യം എല്ലാം ഗൗരവമായി പരിശോധിച്ചു 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായിട്ട് നൽകണം എന്നാലോചിച്ചു. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ പുതുക്കാട് ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 ബസും ഒരു മിനി ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലേക്ക് അലക്ഷ്യമായി പ്രവേശിച്ച ഓട്ടോയിൽ ഇടിക്കാതിരിക്കാൻ ടൂറിസ്റ്റ് ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയായിരുന്നു. തുടർന്ന് പിറകിലൂടെ എത്തിയ മറ്റൊരു സ്വകാര്യ ടൂറിസ്റ്റ് ബസും മിനി ലോറിയും ഒന്നിനു പിറകിൽ ഒന്നായി ഇടിക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 6 വർഷമായി നിയമനാംഗീകാരം ലഭിക്കാതിരുന്നത് മൂലം ജീവനൊടുക്കേണ്ടി വന്ന അധ്യാപിക അലീന ബെന്നിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും അധ്യാപകരുടെ നിയമനാംഗീകാരം വൈകിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാള ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സോയ് കോലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം നമുക്കറിയാം, വീട്ടിൽ നിന്ന് ബസ്സിൽ അല്ലെങ്കിൽ സ്വന്തം വണ്ടിയെടുത്ത് സ്കൂളിൽ ചെന്ന് സ്കൂൾ ടൈം മുഴുവനും വേണ്ട സർവീസ് എല്ലാം ചെയ്ത് തിരിച്ചു വരുമ്പോൾ വണ്ടിക്കാശിന് പോലും വകയില്ലാത്ത രീതിയിൽ അധ്യാപകർ ഇത്തരത്തിലുള്ളൊരു സർവീസ് നടത്തുമ്പോൾ എങ്ങനെ ഇപ്പോൾ അലീന ടീച്ചറുടെ കാര്യം എടുക്കുമ്പോൾ കട്ടിപ്പാറ LP സ്കൂളിൽ നീണ്ട 6 വർഷം 1 രൂപ പോലും പ്രതിഫലം വാങ്ങാൻ കഴിയാതെ ആ ടീച്ചർ എത്രയോ മാനസിക ബുദ്ധിമുട്ട്, മാനസിക പീഡനം, അവരുടെ കുടുംബം എത്രയോ പീഡനം അനുഭവിച്ചിട്ടുണ്ടാകും. ഇന്നലെ ചാനലിൽ വന്ന വാർത്ത വരുമ്പോഴാണ് സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഈ വാർത്ത, എല്ലാവരും ഒരുപോലെ ഞെട്ടുന്നൊരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഉപജില്ലാ പ്രസിഡന്റ് ജെമി ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കുമാർ TS, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ആംസൻ MR, ഉപജില്ലാ സെക്രട്ടറി KE അജി, മുഹമ്മദ് റാഫി, PS സൂരജ്, സ്മിത MS, വർഷ ജോസ് എന്നിവർ സംസാരിച്ചു. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 22 മുതൽ 26 വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ദിവസവും രാവിലെ മുതൽ ക്ഷേത്ര ചടങ്ങുകൾ, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപക്കാഴ്ച, വിവിധ ക്ഷേത്രകലകൾ, കലാപരിപാടികൾ എന്നിവ നടക്കും. 22 വൈകിട്ട് 5 മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചന, 23 ഉച്ചയ്ക്ക് 1:30 അഖില കേരള തിരുവാതിരക്കളി മത്സരം, 26 ശിവരാത്രി ദിനത്തിൽ രാവിലെ 6 മണി മുതൽ അഖണ്ഡ നാമജപം, 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സഹസ്രക്ഷീര മഹാകുംഭാഭിഷേകം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. പത്രസമ്മേളനത്തിൽ ക്ഷേത്രം മേൽശാന്തി സതീശൻ, PN ജയരാമൻ, സജി ചന്ദ്രൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. സാധാരണ ആ ക്ഷേത്രത്തിലാണെങ്കിൽ ഒരു 3 ദിവസം പരിപാടി എന്നുള്ളത് മാറ്റി 5 ദിവസത്തെ പരിപാടിയാക്കി മാറ്റാണ്. 5 ദിവസത്തെ പരിപാടികളിൽ ആദ്യത്തെ ദിവസം, 1ാമത്തെ ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി മുതൽ ആരംഭിക്കുന്ന ഗ്രാമപ്രദക്ഷിണത്തോടു കൂടിയിട്ടുള്ള വിളംബരം, ശിവരാത്രിയുടെ വിളംബരമായിട്ടുള്ളത് വൈകുന്നേരം 6 മണിക്ക് ശേഷം പ്ലാവുമുറി ജംഗ്ഷനിൽ നിന്ന് ക്ഷേത്രം വരെ എത്തുന്ന വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചെറിയ ഘോഷയാത്രയ്ക്ക് ശേഷം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിലെ കിലോമീറ്ററുകളൊക്കെ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ ലൈറ്റുകളുടെയും സാധനങ്ങളുടെയും ഔദ്യോഗികമായി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയാണ്.
ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ശിവരാത്രി ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ ക്ഷേത്രത്തിന്റെ അകത്ത് അതിന്റെ ഓരോ ദിവസത്തെയും പരിപാടികൾ ചാർട്ട് ചെയ്ത് നടക്കുന്നതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് പുറത്ത് ശിവരാത്രി ഫെസ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ പ്രദേശത്ത് കാര്യമായിട്ട് നടക്കാത്ത രീതിയിൽ നിരവധിയായിട്ടുള്ള പെട്ടിക്കടകൾ ഉൾപ്പെടെ കടകൾ ഉൾപ്പെടെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണശാലകൾ ഉൾപ്പെടെ വലിയൊരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തത്. മാള പ്രതികരണ വേദി രജത ജൂബിലി ആഘോഷം ഫെബ്രുവരി 23-ന് നടക്കും. വൈകിട്ട് 4 മണിക്ക് മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ പരിസരത്ത് നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയോടെ ജൂബിലി ആഘോഷ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് 5:30-ന് മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്യും. VR സുനിൽകുമാർ MLA മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കും. വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ആത്മീയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രതിഭകൾ ചടങ്ങിൽ പങ്കെടുക്കും. സലാം ചൊവ്വര, AB തോമസ്, ജിയോ കൊടിയൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ പ്രതികരണ വേദിയുടെ ഗുണകാംക്ഷികളായ കുറേ ആൾക്കാർ നമ്മുടെ പരിസരത്തുണ്ട്. അപ്പോൾ അവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു കുടുംബസംഗമവും കലാപരിപാടികളും കൂടാതെ സമൂഹത്തിൽ പല നന്മകളും ചെയ്ത അറിയപ്പെടുന്ന 5 പേരെ അവരുടെ ആദരിക്കുകയാണ്. ഒന്ന് പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ CR നീലകണ്ഠൻ, മനുഷ്യാവകാശ പ്രവർത്തകനായ ശ്രീ ജോയ് കൈതാരത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടം നാടിന് കാഴ്ചവെച്ച ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, ആരോഗ്യരംഗത്ത് ദീർഘകാലത്തെ സേവനം നടത്തിയ ഡോക്ടർ KK അബ്ദുൽ സലാം, നാടക സാംസ്കാരിക രംഗത്ത് സംസ്ഥാന അവാർഡ് നേടിയ ശ്രീ അനിൽ മാള. ഈ 5 പേരെ മെമന്റൊക്കെ നൽകി ഞങ്ങൾ ആദരിക്കും. ഇപ്പോൾ കലാപരിപാടികളും ആദരണീയവും കുടുംബസംഗമവും സ്നേഹവിരുന്നും ഘോഷയാത്രയെല്ലാം കൂടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ പ്രതികരണ വേദിയുടെ രജത ജൂബിലി ആഘോഷം. ഇനി മറ്റു വാർത്തകളിലേക്ക്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മാള മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികൾക്ക് ആദരവും സ്വീകരണവും നൽകും. ഫെബ്രുവരി 21 വെള്ളിയാഴ്ച രാവിലെ 10:30-ന് മാള പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ആദരവ് സമ്മേളനം ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്യും. KJU മാള മേഖല പ്രസിഡന്റ് ഷാൻഡി ജോസഫ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ KM ബാവ, ഷാൻഡി ജോസഫ്, യശ്പാൽ എന്നിവർ പങ്കെടുത്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് CDS വാർഷികത്തിനോടനുബന്ധിച്ച് കൈകുട്ടി മത്സരവും മെഗാ തിരുവാതിരയും സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ ആഘോഷ ചടങ്ങുകളുടെ ഭാഗമായി അതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ പായസ മത്സരവും വടംവലിയും അടക്കമുള്ള നിരവധിയായ മത്സരങ്ങളിലൂടെയാണ് ഇതിൻ്റെ പ്രചരണാർത്ഥം ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പറയാം, 25 വർഷം പിന്നിടുന്ന കുടുംബശ്രീ പ്രസ്ഥാനം ദാരിദ്ര്യ ലഘൂകരണവും സാമ്പത്തിക ശാക്തീകരണവും സ്ത്രീ ശാക്തീകരണവും അടക്കമുള്ള വിവിധ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് മാതൃകയായി, ഇന്ത്യക്ക് മാതൃകയായി കേരളം ഈ ലോകത്തിന് സമ്മാനിച്ച കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ഏറെ ദൂരമാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യക്ക് പുറത്ത് വിവിധ രാജ്യങ്ങളിലേക്കും പകർത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നതിനും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ തങ്ങളുടെ രാജ്യത്തും നാട്ടിലും നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ മാതൃകകളാണ് ഈ കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. K. ഇക്ബാൽ, CK ഷിജു, ഷീജ നസീർ, സുനിത സജീവൻ, ആനി ആൻഡ്രു, ലളിത ദിവാകരൻ, ഇന്ദിര ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു.
വള്ളിവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ ശതാബ്ദി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു. അവരുടെ ഏറ്റവും ഒരു ഇൻവെസ്റ്റ്മെന്റാണ്, ഒരു മുതൽമുടക്കാണ് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെ കാണുക. അത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ അവർ നടത്തുന്നുണ്ട്. ഞാൻ ഇന്നലെ കുഞ്ഞുങ്ങൾ പറയുന്ന ഉദാഹരണമുണ്ട്. എൻ്റെ അടുത്ത് രക്ഷകർത്താവ് എന്ന് ഏതാനും മാസങ്ങൾക്കുണ്ട്. ആ രക്ഷകർത്താവിന്റെ കുട്ടി നന്നായി പഠിക്കും. ആ നന്നായി പഠിക്കുന്ന കുട്ടിയെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കണം. അദ്ദേഹത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. എന്നെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ തരപ്പെടുത്തുന്ന വേണ്ടിയിട്ടാണ്. ഒരു എഡ്യൂക്കേഷൻ ലോൺ തരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് എന്തെങ്കിലും രക്ഷകർത്താവിനോട് ഞാൻ ചോദിച്ചോണ്ട് നടപടി തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ആ രക്ഷകർത്താവ് എന്നോട് പറഞ്ഞ മറുപടി, സർ, എന്റെ വീടും പറമ്പും കൂടി 17 സെന്റ് സ്ഥലമേ ഉള്ളൂ. ആ 17 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് ഞാൻ എന്റെ മകളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആയിരിക്കണം സ്വന്തം വീടും പറമ്പും പണയപ്പെടുത്തി മക്കളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളുടെ നാടാണ് നമ്മളെ. അത് ഉൾക്കൊള്ളാനുള്ള അറിവ് പാഠപുസ്തകത്തിൽ ലഭിക്കില്ല. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹസ്ന റിജാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജയഘോഷ്, കലാഭവൻ ജോഷി, AEO ഗോഡ്വിൻ റോഡ്രിക്സ്, വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കമാൽ കാട്ടകത്ത്, PTA പ്രസിഡന്റ് TB ജോഷി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ വർഷം വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെയും ആദരിച്ചു. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. മാമ്പ്ര സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. അതിന് ആവശ്യമായിട്ടുള്ള കാലാവസ്ഥ രൂപപ്പെട്ട് എടുക്കുന്ന ഭൂപ്രകൃതിയുടെ, പരിസ്ഥിതിയുടെ, കാലാവസ്ഥയുടെ ഒക്കെ തന്നെ വ്യത്യസ്തത കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിനുണ്ട്. ആ കേരളം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമാകുന്ന തരത്തിലുള്ള സാമൂഹ്യ ജീവിത മേന്മയിൽ ഉയർന്നു നിൽക്കാൻ ഇടയായത് കേരളത്തിനകത്ത് നടത്തിയ സാമൂഹ്യ മേഖലയിലുള്ള ഇടപെടൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാനാവും. അത് ഏതെങ്കിലും ഒരു ചെറിയ കാലത്ത് വെച്ചുകൊണ്ട് മാത്രമല്ല, ഒരു ദീർഘകാലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പിൻബലത്തിലാണ് ഈ കേരളം ഇങ്ങനെ മുന്നോട്ട് വന്നത്. അത് മനുഷ്യന്റെ ബോധത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഇടയാക്കിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ചിന്തിക്കുക എന്ന നിലയിലേക്കല്ല, പുരോഗമനപരമായി ചിന്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് കേരളത്തിന്റെ പൂർവ്വകാല പോരാട്ടങ്ങൾ, അതിന്റെ സാമൂഹിക ഇടപെടലുകൾ കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനാവും. PV വിനോദ് അധ്യക്ഷത വഹിച്ചു. TK സന്തോഷ്, T ശശിധരൻ, M രാജേഷ്, സിന്ധു ജയൻ, ശ്യാമള അയ്യപ്പൻ, TK സതീശൻ, TC സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. TK സന്തോഷ് ജാഥ ക്യാപ്റ്റനും സിന്ധു ജയൻ വൈസ് ക്യാപ്റ്റനുമായി നടത്തുന്ന ജാഥ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഫെബ്രുവരി 23 മാളയിൽ സമാപിക്കും. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് ശരത് ലാൽ കൃപേഷ് രക്തസാക്ഷി അനുസ്മരണം നടത്തി. കോണത്തുകുന്ന് സെന്ററിൽ നടന്ന അനുസ്മരണ യോഗം KPCC മെമ്പർ ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AA മുസമിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോപി മങ്കിടിയാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ EV സജീവ്, അയൂബ് കരുപ്പടന, VS അരുൺ രാജ്, ധർമ്മജൻ വില്ലാടത്ത്, A ചന്ദ്രൻ, AR രാംദാസ്, B മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി ആളൂർ പൊരുന്നംകുന്ന് സ്വദേശി തറയിൽ വീട്ടിൽ 29 വയസ്സുള്ള മനുവിനെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. ഇയാൾ കൊടകര, ആളൂർ, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ അടിപിടി കേസടക്കം 5ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് മനുവിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ബിനീഷ് KM, സബ് ഇൻസ്പെക്ടർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജോ, അനിൽകുമാർ, സുജീഷ് മോൻ, അനീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിച്ചു.
ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പുതിയ കെട്ടിട സമുച്ചയം 21-ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. 7231 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ചുമതല പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, നഗരസഭാ അംഗങ്ങളായ MM അനിൽകുമാർ, നിത പോൾ, AEO PB നിഷ, V അനിൽലാൽ എന്നിവർ സംസാരിച്ചു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിനാൽ ആക്രമണം നടത്തിയ പ്രതി റിമാൻഡിൽ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞ കയ്പമംഗലം സ്വദേശിയായ 41 വയസ്സുള്ള ജുബിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് ആളൂർ വെള്ളാഞ്ചിറ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷഹിനെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷഹിനെ ആളൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനീഷ് KM, സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ബാബു TR, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, ആഷിഖ് എന്നിവരും ഉണ്ടായിരുന്നു. ആളൂർ ശ്രീനാരായണ വിലാസം UP സ്കൂൾ വാർഷികം നിറവ് 2025 സംഘടിപ്പിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ EK മാധവൻ അധ്യക്ഷത വഹിച്ചു. ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജു എൻഡോമെന്റ് വിതരണം നടത്തി. ആളൂർ പഞ്ചായത്ത് അംഗം സവിത ബിജു സമ്മാന വിതരണം നടത്തി. SNDP സമാജം ആളൂർ യൂണിറ്റ് സെക്രട്ടറി EV സുബ്രഹ്മണ്യൻ, SNB HSS പ്രിൻസിപ്പൽ CR ധന്യ, പ്രിൻസിപ്പൽ ES സുമ, ഹെഡ്മിസ്ട്രസ് TS സരിത, SNB പ്രീ പ്രൈമറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് RV ഗീത, OSA പ്രസിഡന്റ് AR രാമകൃഷ്ണൻ, PTA പ്രസിഡന്റ് മിഥുല സനീഷ്, MPTA പ്രസിഡന്റ് സിന്ധു വിനോദ്, ഹെഡ്മാസ്റ്റർ റോണി K മാവേലി എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊയ്യമടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടും കൂടി 3 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഹൈക്കോടതി. പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് വിധി. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമര വെള്ളച്ചാലൂരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി K രാജൻ കൈമാറി. വ്യാഴാഴ്ച രാവിലെയാണ് മന്ത്രി പ്രഭാകരന്റെ വസതിയിലെത്തി കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകിയത്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാള ഉപജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അധ്യാപകരുടെ നിയമനാംഗീകാരം വൈകിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.